കവിയും പാട്ടെഴുത്തുകാരനുമായ MD രാജേന്ദ്രനാണ് നമ്മോട് കൂടെ. ഒരു പ്രത്യേകതയുണ്ട്. ഇന്നലെ തിരുവനന്തപുരം നഗരസഭയിലെ 20 കൗൺസിലർമാർക്ക് 19 കൗൺസിലർമാർക്ക് സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞില്ല. 19 കൗൺസിലർമാർക്ക് രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നു. ആ കോടതി ഉത്തരവിൽ കൃത്യമായ രീതിയിൽ MD രാജേന്ദ്രൻ്റെ കുറി വരച്ചാലും കുരിശു വരച്ചാലും എന്ന പ്രസിദ്ധമായ ഗാനം കൂടി ചേർത്തിട്ടുണ്ട്. എന്ത് തോന്നുന്നു ഇപ്പോൾ? ഈ വിധി വാസ്തവത്തിൽ ആ പാട്ടിൻ്റെ ഒരു ജാതകത്തിലുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് സത്യത്തിൽ അത് പറയാൻ നിവൃത്തിയില്ല. സത്യത്തിൽ ഈ കാസറ്റ് ഗൾഫിലുള്ള എൻ്റെ സുഹൃത്തുണ്ട് അബ്ദു, എൻ്റെ വലിയ അടുത്ത സ്നേഹിതനാണ്, കലാകാരനാണ്. അപ്പോൾ പുള്ളി ഒരു കാസറ്റ് ഇറക്കാൻ ആഗ്രഹിച്ചു, ഗൾഫ് മലയാളികളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ചർച്ച ഒരു വലിയ സൗഹൃദമായതുകൊണ്ട് നല്ലൊരു പാട്ട് ജനിച്ചു. അങ്ങനെയാണ് ഇതിൻ്റെ ആദ്യം കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും അവിടെയുള്ള മലയാളികളും എല്ലാവരും ഒന്ന് എന്ന അർത്ഥത്തിൽ ഞാനൊരു പാട്ടുണ്ടാക്കി. അബ്ദു അത് വളരെ കഷ്ടപ്പെട്ടൊരു ഉഗ്രം കാസറ്റ് ഇറക്കി. അങ്ങനെയാണ് ആദ്യം വരുന്നത്. അതിൽ പാടിയത് ജയചന്ദ്രനാണ്. അപ്പോൾ ആ പാട്ട് വളരെ നന്നായിരുന്നു. ആ ഫൈസൽ കാസറ്റ്സാണ് ഇറക്കിയത്. അത് ഗംഭീരമായിട്ട് പോവുകയും ചെയ്തു. പക്ഷേ ആ പാട്ട് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പിന്നെ ആ പാട്ടിൻ്റെ ഇത് കേട്ടിട്ട് ആൾക്കാർ വന്നു, സിനിമയ്ക്ക് വേണ്ടി വേണമെന്ന് പറഞ്ഞിട്ട് കരീം എന്നൊരു പാർട്ടിയുണ്ട്. പുള്ളി വന്നിട്ട് പുള്ളിയുടെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്, അതിൻ്റെ പേരെന്തായിരുന്നു, ഒരു കേമന്തു സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ, അതിനു വേണ്ടി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പുള്ളിക്ക് വേണ്ടി ഈ പാട്ട് പ്ലാൻ ചെയ്തു. പക്ഷേ അത് പടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. ഗോഡ്മാൻ എന്നുള്ള പടം, താനൂഫ് കരീമിൻ്റെ ഗോഡ്മാൻ്റെ ആ പാട്ട് പിന്നെ വരേണ്ടതാണ്. പക്ഷേ പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ആ പാട്ട് ഈ 2009 വേറൊരാൾ വരുന്നത്. അതാണ് മാടമൂഞ്ചൂട്ടൻ്റെ പടത്തിൻ്റെ കഥ. അങ്ങനെയാണ് ഞാൻ ഈ പാട്ടുമായിട്ട്. അപ്പോൾ കോടതി എന്തായിരിക്കും ഈ ഒരു പാട്ടിലേക്ക് എത്താനുള്ളൊരു കാരണം എന്നാണ് അങ്ങ് കരുതുന്നത്? അത് ഞാൻ പറഞ്ഞില്ലേ, കരീം എന്ന് പറയുന്ന ആ സുഹൃത്തിനേക്കാൾ മുമ്പുള്ള അബ്ദുവാണ് പാട്ട് ആസ്വദിക്കാൻ മിടുക്കനാണ്. അപ്പോൾ പുള്ളിക്ക് ഇതിൻ്റെ സർവ്വമത മൈത്രി എന്നുള്ള പോയിൻ്റ് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പറഞ്ഞില്ലേ കലാകാരനാണെന്ന്. പുള്ളി സ്ട്രെസ് ചെയ്ത് പറഞ്ഞുകൊണ്ടാണ് ഇതേ വരികൾ ഞാൻ പിന്നെ ആവർത്തിച്ചത്. അങ്ങനെ വന്നപ്പോൾ ഇതൊരു സാർവലൗകികമായിട്ടുള്ള മതനിരപേക്ഷ സൊസൈറ്റിക്ക് പറ്റിയ പാട്ടാണെന്നും മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനും ഒന്നാണ് എന്നുള്ളൊരു തത്വമുണ്ടല്ലോ. സത്യത്തിൽ ഞാനും അബ്ദുവും കൂടി ചർച്ച ചെയ്ത് കിട്ടിയ ഒരു പോയിൻ്റാണത്. അതാണ് ഇതിൽ സ്ട്രെസ് ചെയ്തത്. കോടതി ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയപ്പോഴേ കോടതിയിൽ ആ വാചകത്തിൽ വിധിപ്പകർപ്പിൽ ഉൾപ്പെടെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് എന്ത് തോന്നിയപ്പോൾ? സന്തോഷം തോന്നിയോ? സന്തോഷം എന്ന് വെച്ചാൽ നമുക്ക് ഈ രാജ്യത്തിന് വേണ്ടി മഹാത്മാഗാന്ധി തൊട്ടിങ്ങോട്ടുള്ള ആൾക്കാർ, നെഹ്റു, ഒരുപാട് ദേശീയ നേതാക്കൾ, അതുപോലെ നമ്മുടെ വലിയ വലിയ മതപുരോഹിതന്മാർ, ഇവരൊക്കെ ചെയ്ത വലിയൊരു സംഭവമാണ് ഈ മൈത്രി. അത് ലോകത്ത് തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സഹോദരന്മാരും ഹിന്ദു സഹോദരന്മാരും എല്ലാം ഒന്നാണെന്ന് പറയുന്നൊരു തത്വമുണ്ടല്ലോ. അപ്പോൾ ഇത് വാസ്തവത്തിൽ ഇതൊരു വലിയ അബ്ദുവിൽ തുടങ്ങിയെങ്കിലും ഇതിപ്പോൾ അവസാനിച്ചത് വലിയൊരു സംരംഭത്തിലേക്ക് മാറി. ജയചന്ദ്രന് പകരം ദാസേട്ടനും പാടേണ്ടി വന്നു. തീർച്ചയായും. അവസാനത്തെ വരിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഗീതയും ബൈബിളും വിശുദ്ധ ഖുർആനും മാനവ ഹൃദയമല്ലോ എന്ന് പറഞ്ഞ പോലെ ദൈവം ഒന്നേ ഉള്ളൂ എന്ന് കൃത്യമായ രീതിയിൽ പറഞ്ഞു വെക്കുകയാണ് കോടതി. മാത്രമല്ല ഈ പാട്ട് കേട്ടിട്ട് അബ്ദു എന്നെ വിളിച്ചിരുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ അബ്ദു ചോദിച്ചു, സാറേ എൻ്റെ ഇതിൻ്റെ പറഞ്ഞില്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, ആകെ 2 മിനിറ്റ് ബൈറ്റാണ്, മനസ്സിലായില്ലേ? എല്ലാ കാര്യവും പറയാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ സ്പെഷ്യലായിട്ടത് പറയും. കാരണം ഇപ്പോൾ സന്തോഷം തോന്നുന്നുണ്ട്. സന്തോഷമല്ല, ഹാപ്പിയായി. ഇനി അബ്ദോട് കേൾക്കുന്ന ഗൾഫിലാണ് പുള്ളി കേൾക്കുന്നുണ്ടെങ്കിൽ വലിയ സന്തോഷമാകുമല്ലോ. ഫൈസൽ കാസറ്റായിരുന്നു ആദ്യം ഇറക്കിയത്. ഇതേ ആശയം തന്നെയാണ്, കുറച്ച് ചേഞ്ചസ് ഉണ്ട്, ശബ്ദം മാറി, ഒന്ന് ദാസേട്ടനായിരുന്നു. തീർച്ചയായും അതാണ് MD രാജേന്ദ്രന് പറയാനുള്ളത്. സന്തോഷത്തിലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഏറ്റവും ഒടുവിൽ ഗീതയും ബൈബിളും വിശുദ്ധ ഖുർആനും മാനവ ഹൃദയമല്ലോ അദ്വൈത ഭാരത ഹൃദയമല്ലോ എന്ന് പറയുന്നത് പോലെ ഏറ്റവും മനോഹരമാണ് ആ വരികൾ. അത് കോടതി പോലും അംഗീകരിച്ചിരിക്കുന്നു. ബിനേഷ് ബാബുരാജിനൊപ്പം ശ്രീകുമാരൻ, 24 തൃശ്ശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.